നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. വളരെ ദയനീയമായ പ്രകടനമാണ് പ്രീമിയർ ലീഗ് വമ്പന്മാരായ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവസാനമായി കളിച്ച 5 മത്സരങ്ങളിൽ ഒന്നിൽ പോലും വിജയിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. ഈ സീസണിൽ ആകെ 11 മത്സരങ്ങളാണ് അവർ കളിച്ചിട്ടുള്ളത്. അതിൽ കേവലം 3 മത്സരങ്ങളിൽ മാത്രമാണ് യുണൈറ്റഡ് വിജയിച്ചിട്ടുള്ളത്. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ 14-ാം സ്ഥാനത്താണ് അവരിപ്പോൾ ഉള്ളത്. ഈ ഒരു സമീപകാലത്തെ ഏറ്റവും മോശം അവസ്ഥയിലൂടെയാണ് യുണൈറ്റഡ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ടീമിനെ മികച്ച രൂപത്തിലേക്ക് മാറ്റിയെടുക്കാൻ ആവശ്യമായ ഒരു സമയം അവരുടെ പരിശീലകനായ എറിക് ടെൻ ഹാഗിന് ലഭിച്ചിട്ടുണ്ട്. പക്ഷേ അതിന് അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ പുറത്താക്കണമെന്നുള്ള ആരാധകരുടെ ആവശ്യം അതിപ്പോൾ വളരെയധികം വർദ്ധിച്ചിട്ടുണ്ട്. യുണൈറ്റഡ് ആരാധകർ ഇക്കാര്യത്തിൽ അധികം വൈകാതെ ഒരു തീരുമാനം എടുത്തേക്കും. ഇന്ന് ലണ്ടനിൽ വെച്ചുകൊണ്ട് ഒരു യോഗം സംഘടിപ്പിക്കുന്നുണ്ടെന്നും അതിൽ എറിക് ടെൻ ഹാഗിൻ്റെ ഭാവി തീരുമാനമാകും എന്നുമാണ് മാഞ്ചസ്റ്റർ ഈവനിംഗ് ന്യൂസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ടെൻ ഹാഗിന് പരിശീലക സ്ഥാനം നഷ്ടമാവുകയാണെങ്കിൽ പകരം ഒരു പരിശീലകനെയും മാഞ്ചസ്റ്റർ യുണൈറ്റഡ് കണ്ടുവച്ചിട്ടുണ്ട്. അത് മറ്റാരുമല്ല, മുൻ ചെൽസി പരിശീലകനായിരുന്ന തോമസ് ടുഷേലാണ്. അദ്ദേഹത്തെ കൊണ്ടുവരാൻ അവർ ശ്രമിക്കും. അദ്ദേഹം നിലവിൽ ഫ്രീ ഏജൻ്റാണ്. നേരത്തെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് തന്നെ ഇദ്ദേഹത്തിന് വേണ്ടി ശ്രമങ്ങൾ നടത്തിയിരുന്നുവെങ്കിലും അത് വിഫലമാവുകയായിരുന്നു. ചെൽസിക്ക് ചാമ്പ്യൻസ് ലീഗ് കിരീടം നേടിക്കൊടുത്ത പരിശീലകനാണ് തോമസ് ടുഷേൽ. ഏറ്റവും ഒടുവിൽ ജർമ്മൻ ക്ലബ്ബായ ബയേണിനെയായിരുന്നു അദ്ദേഹം പരിശീലിപ്പിച്ചിരുന്നത്. പ്രീമിയർ ലീഗിൽ മതിയായ ഒരു എക്സ്പീരിയൻസ് തുഷേലിനുണ്ട്. പക്ഷേ ടെൻ ഹാഗിൻ്റെ കാര്യത്തിൽ ഇതുവരെ ഒരു ഫൈനൽ ഡിസിഷൻ അവർ എടുത്തിട്ടില്ല. പ്രകടനം ഇനിയും മോശമാവുകയാണെങ്കിൽ ടെൻ ഹാഗിന് ഉടൻ തന്നെ സ്ഥാനം നഷ്ടമാവാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. കഴിഞ്ഞ വില്ലക്കെതിരെയുള്ള മത്സരത്തിൽ ഗോൾ രഹിത സമനിലയായിരുന്നു മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വഴങ്ങിയിരുന്നത്. ആ മത്സരത്തിൽ പരാജയപ്പെട്ടിരുന്നുവെങ്കിൽ ഉടൻ തന്നെ ടെൻ ഹാഗിന് തൻ്റെ സ്ഥാനം നഷ്ടമായിരുന്നേനെ എന്നുള്ള റൂമറുകളൊക്കെ പ്രചരിച്ചിരുന്നു. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.